Hey guys, this is Charlie Bob. Welcome back to another vlog. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ക്വിക്ക് അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇടണോന്ന് വിചാരിച്ചല്ല. പിന്നെ എനിക്ക് ഇൻസ്റ്റയിലും കമന്റ് ബോക്സിലും ഒക്കെ കുറെ കമന്റ് റീവാലുവേഷനെ പറ്റിയിട്ട് ഇങ്ങനെ കുറെ പേര് ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ കഴിഞ്ഞ ദിവസം S1 റീവാലുവേഷൻ റിസൾട്ട് പാർഷ്യലി പബ്ലിഷ്ഡ് ആയിരുന്നു. അപ്പൊ പാർഷ്യലി പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ കുറെ പേർക്ക് അറിഞ്ഞുള്ളായിരുന്നു. അപ്പൊ പാർഷ്യലി പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളുടെ റിസൾട്ട് ഓൾറെഡി വന്നു, അവർക്കത് കാണാൻ പറ്റും സൈറ്റില്. ബാക്കി കുറച്ച് പേരുടെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇങ്ങനെ പാർഷ്യലി പബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസൾട്ട്സ് എല്ലാം ഓൾമോസ്റ്റ് 1 വീക്കിനുള്ളിൽ തന്നെ ഫുള്ളി പബ്ലിഷ്ഡ് ആവുന്നതാണ്. അപ്പം മേ ബി നിങ്ങളുടെ റിസൾട്ടും 1 വീക്കിനുള്ളിൽ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. പിന്നെ കുറെ പേര് ചോദിച്ചത് നമ്മളുടെ CGPA കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം നിങ്ങളിപ്പം P ഗ്രേഡ് കിട്ടിയ ഒരു സബ്ജക്റ്റ് ആണ് റിവാലുവേഷന് കൊടുക്കുന്നതെങ്കിൽ അത് F ഗ്രേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ P ഗ്രേഡ് ഒക്കെ കിട്ടുമ്പോൾ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ റിവാലുവേഷന് കൊടുക്കാവൂ. അപ്പൊ അങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ പിന്നെ F എഴുതിയ പിന്നെ അത് സപ്ലൈ ആയി പോകത്തില്ലേ. അപ്പൊ അങ്ങനെയും കുറെ പേർക്ക് CGPA കുറഞ്ഞു പോവാം. പിന്നെ ചോദിച്ചിരുന്നത് ഇപ്പം A+, B ഒക്കെ കിട്ടിയവർക്കാണെങ്കിൽ ഗ്രേഡ് ഇംപ്രൂവ് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നവർക്കും കൂടാറാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ കുറയുന്നത് ഭയങ്കര റെയർ ആണ്. നമ്മൾ C, B ഒക്കെ റീവാലുവേഷന് കൊടുക്കുമ്പോൾ കുറയുന്നത് ഭയങ്കര ചാൻസ് കുറവാണ്. പിന്നെ എനിക്കൊരു ക്വസ്റ്റിന്റെ മെസ്സേജ് കണ്ടിരുന്നു. എന്താ പറയാ, നമ്മൾ ഒരു സബ്ജക്ട് റിവാലുവേഷൻ കൊടുത്തു, അതായത് ഇപ്പം മാത്സ് റിവാലുവേഷൻ കൊടുത്തു, വേറൊരു സബ്ജക്റ്റിനാണ് മാത്സിന് നോ ചേഞ്ച്, ഗ്രേഡിന് നോ ചേഞ്ച് ആണ്. വേറൊരു സബ്ജക്ട് A+ ഉണ്ടായിരുന്നത് കുറഞ്ഞ് F-ലേക്കായി. A+ ഉണ്ടായിരുന്ന സബ്ജക്ട് F-ലേക്കായി. ഐ ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ഇപ്പൊ നമ്മൾ റീവാലുവേഷന് കൊടുക്കാത്ത ഒരു സബ്ജക്റ്റിൽ ചേഞ്ച് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ K2 ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് എടുത്ത് നോക്കും, അതൊക്കെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ റിവാലുവേഷൻ എടുത്തോണ്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ കണ്ട ഒരു കമന്റ്, ഞങ്ങളുടെ ഗ്രേഡിൽ ചേഞ്ച് ഒന്നുമല്ല, അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് റീഫണ്ട് കിട്ടാത്തെന്നുള്ളത്. നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പൈസ അങ്ങോട്ടേക്ക് പോകത്തേ ഉള്ളൂ, അല്ലാണ്ട് നമുക്കൊന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ മേ ബി നമ്മളുടെ ഗ്രേഡ് ചേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളുടെ ഗ്രേഡ് ഇപ്പൊ ഒരു B A+ ആയെങ്കിൽ നമുക്ക് ശരിക്കും A+ കിട്ടേണ്ടായിരുന്നു, റിവാലുവേഷൻ കൊടുത്താണ് കിട്ടിയത്. ശരിക്കും നമ്മളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്നാൽ പോലും അവർ റീഫണ്ട് ആയിട്ട് അത് തിരിച്ചു തരാറില്ല. പിന്നെ നമുക്ക് ഗ്രേഡ് ഒന്നും ചേഞ്ച് ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങോട്ട് റീഫണ്ട് ഒന്നും കിട്ടാറില്ല. നമ്മൾ എന്ത് പൈസ അങ്ങോട്ട് കൊടുത്താലും നമുക്ക് അത് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പം റിവാലുവേഷന്റെ പിന്നെ ഇങ്ങനത്തെ ചേഞ്ച് വന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഒരു സബ്ജക്റ്റിന് കൊടുത്തിട്ട് വേറെ സബ്ജക്റ്റിൽ ചേഞ്ച് വന്നു, മേ ബി അത് ചിലപ്പോൾ ഫുള്ളി പബ്ലിഷ്ഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുമായിരിക്കും. അപ്പൊ അപ്പോഴും ആയില്ലെങ്കിൽ നമ്മൾ K2 ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.